الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الأحباء أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. الذين يبخلون ويأمرون الناس بالبخل ومن يتولى فإن الله هو الغني الحميد. صدق الله العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാനിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിലാണ് നമ്മൾ. റമദാനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുക്കങ്ങൾ നടത്തിയത് ഇന്നലെ എന്നുപോലെ തോന്നുന്നു. അത്ര ഫാസ്റ്റായിട്ടാണ് ഈ റമദാൻ നമ്മളെ വിട്ടുപോകുന്നത്. പൊതുവേ ലോകാവസാനത്തോടനുബന്ധിച്ച് സമയത്തിൻ്റെ മനുഷ്യൻ്റെ കൺസെപ്റ്റിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ട്. കാരണം മനുഷ്യന് ജോലി കൂടുകയും തിരക്ക് കൂടുകയും ചെയ്യുമ്പോൾ സമയം മതിയാവാതെ വരുന്നതായിട്ടൊരു തോന്നലുണ്ടാവും. അത് ഖിയാമ നാളിൻ്റെ അവിടെ അടുത്തു വരുന്ന സന്ദർഭത്തിലുള്ള പ്രകൃതിയുടെ ഒരു ലക്ഷണമായി ചില ഹദീസുകളിൽ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒരു ഗൗരവത്തിലൂടെ നോക്കിയാൽ മറ്റ് നാളുകളിലേക്കാൾ വളരെ വേഗം ഈ റമദാൻ പോയതായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി ഒരാഴ്ചയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം രാവിലെ പുറത്തു വരുന്നപ്പോൾ സഹാബാക്കൾ ചില സംഗതികളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചില ആളുകളുടെ ഇടയിൽ ചില തർക്കം. ചില പണ്ഡിതന്മാർ പറയുന്നു ഖദറിനെ കുറിച്ചാണ് അവർ പറഞ്ഞ് തർക്കിച്ചിരുന്നത് എന്നാണ്. റസൂൽ ഇറങ്ങി വരുമ്പോൾ ഇതാണ് കാണുന്നത്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയിൽ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് സ്വപ്നം കാണുന്നുണ്ടായി. പക്ഷെ ഇപ്പോൾ
നിങ്ങളുടെ തെറ്റിയപ്പോൾ നിങ്ങൾ ഈ ചർച്ച അതിൽ ഇൻവോൾവ് ചെയ്തപ്പോൾ മറന്നുപോയി. അത് എന്നാണ് കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നില്ല. ഒരു ഹദീസാണത്, തള്ളിക്കളയാൻ പറ്റാത്ത ഹദീസാണ്. കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10 ഒറ്റ രാവുകളിലാണ്, അത് ഉറപ്പാണ്. അപ്പോൾ ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നെങ്കിൽ അവസാനത്തെ ഒറ്റ രാവുകളിൽ പ്രതീക്ഷിച്ചുള്ളൂ. സഈദ് അൽ ഖുദരിയിൽ നിന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇനി ഇബ്നു ഉമറിൽ നിന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനമായ മറ്റൊരു ഹദീസുണ്ട്. ഒരു ദിവസം സഹാബാക്കളിൽ അധികം ആളുകൾ, കുറേ ആളുകൾ എന്ന് പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ റമദാനിൻ്റെ അവസാനത്തെ ആഴ്ചയാണെന്ന് ഞങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നു. ആദ്യം ഒരാൾ പറഞ്ഞു, പിന്നൊരാൾ പറഞ്ഞു. റസൂൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒടുവിൽ റസൂൽ പ്രതികരിച്ചത്, ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം ഏതാണ്ട് ഒത്തിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവൻ റമദാനിൻ്റെ അവസാനത്തെ ആഴ്ച പ്രതീക്ഷിച്ചോട്ടെ. അപ്പോൾ ഈ അവസാനത്തെ 10 പറഞ്ഞതും ഒരാഴ്ചയിൽ ആണെന്ന് പറഞ്ഞതും തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ല. കാരണം അവസാനത്തെ 10 അവസാനത്തെ ആഴ്ച വരിക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഖുർആൻ അവതരിച്ചത്. അന്നാണല്ലോ ലൈലത്തുൽ ഖദ്ർ. അത് നമ്മുടെ സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച ദിവസം എന്ന് വെച്ചാൽ തീർച്ചയായും പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ചില വയസ്സൊക്കെ ആകുമ്പോൾ ഓർമ്മ കുറവുണ്ടാവുമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, അതിന് ഭാഗവാക്കായ പ്രവാചകന് മറന്നുപോവുകയും പിന്നെ അത് സ്വപ്നത്തിൽ കാണുകയും അത് പറയാൻ വന്നപ്പോൾ ഖദറിൻ്റെ പേരിൽ തർക്കിച്ചതുകൊണ്ട് പറയാനാവാതാവുകയും ഒക്കെ ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ. ഇതിനെ ഒന്ന് ശരിക്കൊന്ന് പഠിച്ചു നോക്കിയാൽ ഇതിലൊരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ സീക്രട്ട്, ഒരു രഹസ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ദിവസം ഓർമ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറച്ചൊക്കൂല പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഡേ പറഞ്ഞിട്ട് അവിടെ മാത്രം മനുഷ്യൻ അതിനെ പ്രതീക്ഷിച്ച് ഇബാദത്തിൽ മുഴുകാതെ കുറഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹിക്മത്തിൻ്റെ ഭാഗമാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവസാനത്തെ 10 ഒറ്റ രാവുകളും അതെല്ലാം പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഗവേഷണം നടത്തിയിട്ട് അവസാനത്തെ 7 ഒറ്റരാവ് എന്ന് പറയുമ്പോൾ 10 ഒറ്റരാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ 7 എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റരാവ് കളയേണ്ട, അതെടുക്കാം. അപ്പോൾ 25, 27, 29 ഉമ്മത്തം വസത്തായതുകൊണ്ട് മധ്യമ സമുദായമാണ്. ഏത് വിഷയം വന്നാലും അങ്ങേയറ്റം ഇങ്ങേയറ്റം അല്ല, മധ്യമ. അപ്പോൾ 25 തുടക്കവും 29 അവസാനം 27. അതാണ് 27 കണക്ക്. 27 രാവാണെന്ന് പണ്ട് കാലത്തെ പണ്ഡിതന്മാരിങ്ങനെ ഷഡിച്ച് പറയുകയും അതിൻ്റെ സംഗതികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു 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 സീക്രട്ട് ഇതാ. അതൊക്കെ ഗവേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒടുവിലത്തെ 7 ഒറ്റ രാവുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞനുസരിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും അത് കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. ഇന്ന് രാത്രിയും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാത്രിയും പിന്നെ അടുത്ത രാത്രിയും, അങ്ങനെ 3 രാവുകൾ. ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മഹോന്നതമായ രാത്രിയാണ് അന്ന് അവിടെ സംഭവിച്ചത്, ഹിറാ ഗുഹയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതൽ മനുഷ്യന് മാർഗദർശനം നൽകിയിരുന്ന ദിവ്യ സന്ദേശത്തിൻ്റെ സമ്പൂർത്തീകരണം നടത്തിയത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. ആ റസൂലിന് ഇത് നൽകിയത് ഈ ദിവസത്തിലായിരുന്നു. മനുഷ്യന് ഭൂമിയിലെ നായകത്വം, സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും നീതിയുടെയും സംസ്ഥാപനം, അതിനുവേണ്ടിയുള്ള ദിവ്യദർശനം. സത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും മഹോന്നതമായ ഒരു സംഭവമാണതെന്ന് സംശയമില്ല. കാരണം സ്വർഗം കാണിച്ചു കൊടുക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് സത്യവിശ്വാസികൾക്ക് പാസ് നൽകുന്ന ഒരു ഏർപ്പാടാണ് ഈ ദിവ്യ സന്ദേശം. അനന്തമായ സ്വർഗീയ ജീവിതത്തിന് മനുഷ്യന് കടന്നു പോകാനുള്ള ഒരു മാർഗരേഖ സമ്മാനിച്ച ആ ദിവസം ഈ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹോന്നതമായ ദിവസമാണ് എന്ന് പറയുന്നതിൽ ഒരു അസാങ്കത്യവുമില്ല. അതുകൊണ്ടാണ് ഖൈറു മിൻ അൽഫി ഷഹർ, 1999 കഴിഞ്ഞുള്ള ഒരു 1000 ഉണ്ട് നമുക്കറിയുന്ന. ആ 1000 അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയില്ല 1000 കണക്കിന് 10000 കണക്കിന് എന്ന് പറയും. ഖുർആനിൽ അങ്ങനെ പ്രയോഗമുണ്ട്. 7, 70, 700, 70000 എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതേപോലെ ഒരു അറബി പ്രയോഗമാണ് അൽഫ് ഷഹർ. അതൊക്കെ കണക്കൂട്ടിയിട്ട് 82 കൊല്ലം 83 കൊല്ലം എത്ര അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഒരുപാട് അങ്ങനെ മനുഷ്യൻ്റെ കണക്കിൻ്റെ പരിമിതിയിലല്ല
അതിനേക്കാൾ വലുതാണ് യഥാർത്ഥത്തിൽ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. ആ ദിവസം അന്ന് അവിടെ കഴിഞ്ഞു പോയപ്പോൾ അത് ഇനി വരുന്ന തലമുറയ്ക്ക് അതില്ലാതാവരുത് എന്നുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ട്, റഹ്മത്തും ഫളലും കൊണ്ട് ആ ദിവസം എന്താണ് ഭൂമിയിൽ സംഭവിച്ചത് അത് ആവർത്തിക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകി എന്നുള്ളതാണ്. ഒരു മുഹമ്മദിനെ ഹിറാ ഗുഹയിലിരുത്തി ജിബ്രീൽ വന്നിട്ട് ഖുർആൻ പറഞ്ഞു കൊടുക്കണ പ്രക്രിയ അല്ലാതെ തന്നെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. ആകാശലോകങ്ങളിൽ നിന്ന് മാലാഖമാരിങ്ങനെ നിരനിരയായി ഭൂമിയിലേക്ക് വരും. അവൻ്റെ അനുഗ്രഹങ്ങൾ ഈ സത്യം അന്വേഷിക്കുന്ന ആളുകളുടെ മുകളിൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ മാലാഖമാർ അനുഗ്രഹം ചൊരിയും. സ്വർഗത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നവന് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ അരുളിക്കൊണ്ട് എല്ലായിടത്തും നമ്മുടെ ചുറ്റിലും ഇടതുഭാഗത്തും വലതുഭാഗത്തും മുൾഭാഗത്തും താഴ്ഭാഗത്തുമൊക്കെ മാലാഖമാരിങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. സിംഹാസനം ചുമക്കുന്ന മാലാഖന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭൂമിയിലെ ഈ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് അവരോട് പറയും. സാധാരണ നിലയിൽ തന്നെ അവർ അത്യുന്നതത്തിലെ സിംഹാസനം ചുമക്കുന്ന മാലാഖമാർ ഭൂമിയിലെ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അന്നവർക്ക് പ്രാർത്ഥനയേറും. ആ സന്ദർഭത്തിലാണ് നമ്മൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ, ധ്യാനിക്കാൻ, ദിക്റും തസ്ബീഹും ഇസ്തിഗ്ഫാറും തൗബയൊക്കെ ചെയ്ത് ജീവിതം സംശുദ്ധമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എല്ലാ ദിവസവും ഇസ്തിഗ്ഫാറും തൗബയൊക്കെ വേണം. പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലെ തൗബയേക്കാൾ കൂടുതൽ പ്രാമുഖ്യമുള്ള, പ്രതിഫലമുള്ള, കൂടുതൽ സ്വീകാര്യോഗ്യമായത് റമളാന്റെ മാസത്തിലാണ്. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇതാണ്. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഈ റമളാൻ തന്നെ ഉണ്ടാക്കിയത്. ഈ ദിവസം അത്രയും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അത് നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഉപയോഗപ്പെടുത്തുന്നവന് ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സൗകര്യം യഥാർത്ഥത്തിലുണ്ട്. എല്ലാ ആളുകളും അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് സത്യവിശ്വാസികളോട് മൊത്തത്തിൽ പറയാനുള്ളത്. കാരണം ഇത് സ്വർഗത്തിൻ്റെ പ്രശ്നമാണ്. അടുത്ത വർഷം ജീവിച്ചിരുന്ന് ഈ അവസരം കിട്ടുമെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ സാധ്യമാവില്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ ആളുകളും അത് പ്രയോജനപ്പെടുത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അത് പ്രയോജനപ്പെടുത്തിയാൽ ലഭിക്കാൻ പോകുന്ന സ്വർഗമാണ്. ആ സ്വർഗം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ നഷ്ടത്തിലായി പോകും, നരകത്തിലായി പോകും. മൂന്നാമതൊരിടം യഥാർത്ഥത്തിലില്ല. അയറാഫിൽ കുറേ സമയം ഇരിക്കുമെന്നൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അയറാഫുകാരെയും പിന്നെ അവരെങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് മാറ്റുന്നതാണ്, സ്വർഗത്തിലേക്ക് മാറ്റും. അയറാഫുകാർക്ക് അന്നേരം അറിയില്ല എന്നുള്ളത് അത് വിശദമായ വലിയൊരു വിഷയമാണ്. അത് സൗകര്യം പോലെ ഇൻഷാ അല്ലാഹ് വേറെ ചർച്ച. പക്ഷേ സ്വർഗവും നരകവുമല്ലാത്ത മറ്റൊരിടത്തേക്ക് നമുക്ക് പോകാൻ സാധ്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശക്തിയുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, കർമ്മശേഷിയുണ്ട്. ഇതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ അവന് ദൗർബല്യവുമുണ്ട്. ഈ ദൗർബല്യം മനുഷ്യനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. ഈ ദൗർബല്യം പലപ്പോഴും അവനെ ആവശ്യമില്ലാത്ത ഏരിയകളിലൂടെ ചിന്തിപ്പിക്കുകയും മോഹങ്ങളുടെ വലയത്തിൽപ്പെടുത്തുകയും ചെയ്യും. ചിലപ്പോൾ ചീത്തയുടെ, തിന്മയുടെ പാതാളഗർത്തത്തിലേക്ക് തള്ളിവിടും. നമുക്കറിയാം, ഒന്ന് ലേശം ശ്രദ്ധിച്ചില്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോഹങ്ങളും അഭിലാഷങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമായി അവനെ തിന്മയുടെ പാതാളഗർത്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യേകമായ ദൗർബല്യം മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. പിശാചിന്റെ പ്രേരണയും അതിൻ്റെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യ മനസ്സ് ചീഞ്ഞളിഞ്ഞ് നാറിപ്പോകും. എന്നിരുന്നാലും മനുഷ്യൻ ബേസിക്കായിട്ട്, അതായത് അടിസ്ഥാനപരമായിട്ട് നല്ലവനാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ ആത്മാവ് അവനിൽ കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തു പോയാൽ, നാശത്തിൽപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ മോശക്കാരനായി പോയാൽ അവനോട് പരുഷമായി പെരുമാറാനോ അവനെ കൈവിടാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിലുള്ള എല്ലാ കുറ്റവാളികൾക്കും, ലോകം മുഴുവൻ തെറ്റ് ചെയ്തു, ആകാശം മുതൽ ഭൂമി വരെ തെറ്റ് ചെയ്തു. എന്നാൽ പോലും എല്ലാ കുറ്റവാളികൾക്കും, എല്ലാ അഹങ്കാരികൾക്കും, തെമ്മാടികൾക്കും ഒരു മഹാപ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ തൗബയുടെ കാര്യം. മനുഷ്യന് തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. എന്ത് തെറ്റ് എത്ര വ്യാപ്തിയിൽ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ എൻ്റെ അടുത്ത് വരൂ, ഒരേ ഒരു കണ്ടീഷൻ, എൻ്റെ അടിമയാണ് എന്നുള്ള കാര്യം അംഗീകരിച്ച് താഴ്മയോട് എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിനക്ക് പുറത്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ പുറത്തു തരാം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടിയതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞു, ഒരു തരത്തിലും നിരാശനാവേണ്ടതില്ല. പൊറുക്കലിനെ ചോദിക്കാൻ ഏറ്റവും പറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമളാനാണ്. അതിലേറ്റവും പറ്റിയത്
ലൈലത്തുൽ ഖദർ വരുന്ന ദിവസങ്ങളിലാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ദിവസങ്ങൾ, അതായത് ഇനി പടിഞ്ഞാറേ ചക്രവാളത്തിൽ പുതിയ ചന്ദ്രനെ കാണുന്നത് വരെയുള്ള ദിവസങ്ങൾ, ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും വളരെ പ്രാധാന്യമുള്ളതാണ്. ജീവിതത്തിൽ സ്വർഗം നേടാനും നരകം നേടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഒന്നുകിൽ ശ്രദ്ധയോടെ സ്വർഗം നേടാം, അല്ലെങ്കിൽ അശ്രദ്ധയോടെ നരകത്തിലേക്ക് വീണു പോകാം. നമ്മുടെ കൈവശമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കടിഞ്ഞാനുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക, കുതിച്ചു പായുക, അതുപോലെ മത്സരിച്ച് മുന്നേറുക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. സാരിഉ എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ടു വരിക. ബിസ്റുഅ, സുറഅ എന്ന് പറഞ്ഞാൽ ഓടിടാന്നാണ്. ബിസ്റുഅ, യല്ലാ ബിസ്റുഅ എന്നൊക്കെ പറഞ്ഞാൽ അറബി ലോകത്ത് പോയവർക്കറിയാം. ചെറിയ കുട്ടികളെ വേണം ഓടുന്നാണ്. അതുപോലെ ഓടി വരിക, കുതിച്ചു വരിക. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്കും. ചാവാത്ത മനുഷ്യ മനസ്സുകളോടാണ്, അതായത് മരവിച്ചു പോകാത്ത മനുഷ്യ മനസ്സുകളോട് ഖുർആൻ ഇങ്ങനെ ആഴത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാരിഉ, നിങ്ങൾ കുതിച്ചു വന്നുകൊള്ളുക നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്കും ജന്നത്ത് സ്വർഗത്തിലേക്കും. അതിന്റെ പ്രവിശാലതയെക്കുറിച്ച് പറഞ്ഞു. അർളുഹസ് സമാവാതു വൽ അർള്, അത് ഈ ആകാശഭൂമികളുടെ പ്രപഞ്ചത്തിന്റെ പ്രവിശാലതയെ പോലെയാണ്. പലപ്പോഴും ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. 1000 ഭൂമി, നമ്മളെ ഭൂമി കോഴിക്കോടിന് എത്ര വലുതാണ് നമുക്കറിയാം. കേരളം, ഇന്ത്യ, ഈ ലോകം, ഈ ഭൂമി അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊള്ളുന്ന കാര്യം. 1000 ഭൂമി എടുത്തിട്ടാലും സൗരയൂഥത്തിന്റെ ആ വ്യാപ്തിയിൽ വേറെ സ്ഥലം ബാക്കിയുണ്ടാവും. അങ്ങനെ ആയിരക്കണക്കിന് സൗരയൂഥങ്ങൾ വാരിയെറിഞ്ഞാൽ മിൽക്കി വേയിൽ ഇനിയും സ്ഥലം ഉണ്ടാകും. അത്ര പ്രവിശാലമാണ് മിൽക്കി വേ, ക്ഷീരപഥം എന്നറിയപ്പെടുന്ന നമ്മുടെ ഗാലക്സി. അങ്ങനെ 1250 കോടി ഗാലക്സികളുള്ള ഒന്നാം ആകാശമാണ് ഇതിന്റെ ഫസ്റ്റ് ഫേസ്. 6 വേറെയുണ്ട്. സമാവാത്ത് എന്ന പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അപ്പൊ ഭൂമിയെ പോലെയല്ല, സൗരയൂഥത്തെ പോലെയല്ല, ഈ ഗാലക്സികളെ പോലെയല്ല. എല്ലാ ഗാലക്സികളും ചേർന്ന മഹാപ്രപഞ്ചം അതല്ല, അതുപോലെ 6 കൂടി ചേർന്ന 7 മഹാപ്രപഞ്ചങ്ങളുടെ വ്യാപ്തിയുള്ള സ്വർഗം. പ്രവിശാലമാണ് സ്വർഗം, മഹോന്നതമാണ് സ്വർഗം. അതിലൊരുപാട് അനുഭൂതികളുണ്ട്, അതിലൊരുപാട് ആശ്വാസമുണ്ട്. ഇപ്പൊ ശ്വാസം പോയാൽ സത്യവിശ്വാസി കടന്നു ചെല്ലേണ്ട സ്ഥലം അതാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അവിടെ നല്ല എല്ലാവിധ സൗഭാഗ്യങ്ങളുമുണ്ട്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും സങ്കല്പിച്ചിട്ടില്ലാത്ത ഉന്നതമായ മഹാസൗഭാഗ്യങ്ങൾ, ഒരിക്കലും അവസാനിച്ചു പോകാത്ത സൗഭാഗ്യങ്ങൾ. ആ സൗഭാഗ്യങ്ങളിലേക്ക് കണ്ണും നട്ട് അതിന്റെ വാതിലും തുറന്ന് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ നിമിഷമാണ് മരിക്കുന്നതെങ്കിൽ നേരെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് സത്യവിശ്വാസിക്ക് ഉറപ്പുണ്ടാകണമെന്നാണ്. അങ്ങനെ ഒരു ഉറപ്പുണ്ടാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി മരിച്ചാൽ തീർച്ചയായും ഉറപ്പുണ്ടാവും. മുസ്ലിം അല്ലാതെ ആയിക്കൊണ്ട് നിങ്ങൾ മരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തിട്ടുള്ളതാണ്. ആ മുത്തഖികളുടെ 2-3 സ്വഭാവം എടുത്ത് പറയും. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, അവർക്ക് വിഷമമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സന്തോഷാവസ്ഥ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് നല്ല സുഭിക്ഷമായ അവസ്ഥയിലും അവർക്ക് ദാരിദ്ര്യം വന്ന് വിഷമമുണ്ടാകുന്ന അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നതാണ്. ചിലവഴിക്കുന്ന കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ധർമ്മിഷ്ഠനായിരുന്നു. റമളാനിൽ പ്രത്യേകിച്ചും ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു. റമളാന്റെ ഒടുവിലത്തെ 10 അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് പറയുന്ന അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ്. നിങ്ങളുടെ കയ്യിൽ 1 രൂപയാണ് ബാക്കിയുണ്ടെങ്കിൽ അതെങ്കിലും ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്കൊരു വാതായനം തുറക്കുക എന്നതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഭാഷയിലാണ് പറഞ്ഞത്. 1 കീറ് കാരക്കയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗം, നരകത്തെ തടുക്കുക എന്ന്. നരകത്തിലൊരു സ്ത്രീയെക്കുറിച്ചൊരു റിപ്പോർട്ടുണ്ട്. നരകത്തിലാണ് ആ സ്ത്രീ. അവരിങ്ങനെ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ആട്ടുന്നു. അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. തീ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. തീ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടാട്ടും. എന്താണ് അത് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ 1 കീറ് കാരക്ക അവര് സദഖ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാരക്ക അവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ അവർക്കൊരു അത്താണിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ അടിച്ചു വിട്ടാൽ അത് തീ അകന്നു പോകും. അപ്പോ നമ്മുടെ കൈവശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എന്തായാലും
സമ്പന്നതയാണെങ്കിൽ, ധനമാണെങ്കിൽ, വിദ്യാഭ്യാസമാണെങ്കിൽ, വിവരമാണെങ്കിൽ, സ്ഥാനമാണെങ്കിൽ അത് മുഴുവനും അതിൽ നിന്നുള്ളതൊക്കെ ചെലവഴിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വർഗം നേടാൻ പര്യാപ്തമായ ദിവസമാണ്. ആ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. എന്തുണ്ടെങ്കിലും നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. അത് സെറായി വല്ലറായി, അതായത് നമുക്ക് വിഷമമുണ്ടോ പ്രയാസമുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല. കാരണം വിഷമം വെക്കുന്നത് അള്ളയാണ്, പ്രയാസം വെക്കുന്നത് അള്ളയാണ്. വിഷമമുള്ളതിനോടൊപ്പം കൊടുക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും എന്നുള്ള വിശ്വാസം നമ്മളിലുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത്. അങ്ങനെ വരുന്ന എല്ലാ സന്ദർഭങ്ങളിൽ സഹായിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ അതിനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് പ്രത്യേകമായ സഹായം തേടുന്ന ഒരു വെള്ളിയാഴ്ചയും കൂടിയാണിത്, ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുന്ന ഒരു ഒന്നാം തരം അവസരമാണ്. നമ്മുടെ തെറ്റുകൾ പുറത്തു പോകാനും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാനുള്ള ഒരു സന്ദർഭം. അവരുടെ കോപം അവരെ അടക്കി വെക്കുന്നതാണ്. അവരുടെ കോപം അവരെ അടക്കി വെക്കും. കോപിച്ച് ചാടൂല്ല. ജനങ്ങളോട് അവർ പുറത്തു കൊടുക്കും. ഒരുപാട് വിശദാംശങ്ങളൊന്നും പറയാൻ നിവർത്തിയില്ല. ജനങ്ങളോട് ക്ഷമ പാലിക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും വദക്കറല്ലാഹ വസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തു പോവുകയോ ആത്മവഞ്ചന നടത്തിപ്പോവുകയോ ചെയ്താൽ അവർ ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർക്കുകയും എന്നിട്ട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ സത്യവിശ്വാസികൾക്കുണ്ട്, സ്വർഗം നേടാനുള്ള സത്യവിശ്വാസികൾക്കുണ്ട്. ഇത് നമ്മുടെ അടുത്തുണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതായത് സ്വർഗം നേടുന്ന നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ, നമ്മൾ ജനങ്ങളോട് പൊറുക്കുന്നുണ്ടോ, കോപം അടക്കി വെടുക്കുന്നുണ്ടോ, തെറ്റ് ചെയ്തു പോയാൽ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങുന്നുണ്ടോ, എങ്കിലേ ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടൂ. ഉഇദ്ദത്തുൽ മുത്തഖീൻ, അത് മുത്തഖികൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വർഗമാണ്. ആ മുത്തഖികളുടെ സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ പൊറുക്കാൻ ആരുമില്ല എന്ന ഒരു ധാരണ ഉണ്ടാവാൻ അതിനിടയിൽ കൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലം യസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അതായത് മറ്റൊരു സ്വഭാവം തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരിക്കലും അവര് ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കില്ല, ഉടൻ തന്നെ തൗബ ചെയ്ത് മാറും എന്നാണ്. ഉലൈക ജസാഹും മഗ്ഫിറത്തുൻ മിൻ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ വനഅമ അജ്റുൽ ആമിലീൻ. അതായത് അത്തരം ആളുകൾക്കാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തകർക്കുള്ള അനുഗ്രഹപൂർണമായ പ്രതിഫലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരായത്ത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓതിയത്, അതായത് സാബിഖു, ഇവിടെ സാരിഉ എന്ന് പറഞ്ഞാൽ കുതിച്ചു ചെല്ലുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ സാബിഖു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മത്സരിക്കുന്നുണ്ട്. കച്ചവടത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്, വിദ്യാഭ്യാസത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്, അതുപോലെ മറ്റു പല പാർട്ടിയിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്, സ്ഥാനത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്, മറ്റു പലതിലും നമ്മൾ മത്സരിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത് മത്സരിക്കേണ്ടത് ഇതിലേക്കാണ് എന്ന് പറഞ്ഞിട്ട്, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഉഇദ്ദത്തുൽ ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അത് അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു ഫളലുല്ലാഹ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് അവന് ഉദ്ദേശിക്കുന്നവർക്ക് യുഅ്തിഹി മൻ യശാ വല്ലാഹു ദുൽ ഫളലിൽ അളീം, അനുഗ്രഹപൂർണനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അത് നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾ പോകുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് മത്സരിച്ച് മുന്നേറുക. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മളോട് അല്ലാഹു തആല പറഞ്ഞു, ഇഅ്ലമൂ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ബിൽ അംവാലി വൽ ഔലാദ്. അതായത് ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത്, ഐഹിക ജീവിതം അതായത് ഒരു കളിത്തമാശയാണ്, അതുപോലെ തന്നെ ഒരു അലങ്കാരമാണ്, അതുപോലെ തന്നെ മക്കളിലും സന്താനങ്ങളിലും സമ്പത്തിലുമൊക്കെ ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്ന, പെരുമ കാണിക്കുന്ന സംഗതിയാണ്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്ന് പറയുന്നത് ഇതിന് ശേഷമാണ്. നിങ്ങൾ മത്സരിക്കേണ്ടത് ഈ ഐഹിക ജീവിതത്തിന്റെ, ഭൗതിക ജീവിതത്തിന്റെ ലാഭങ്ങൾ നേടാനല്ല. മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കണ്ട എന്നൊന്നും അല്ലാഹു തആല പറയുന്നില്ല. പക്ഷേ അതായത് മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കണ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നു പോകരുത്. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും സന്താനങ്ങളെയും സമ്പത്തുകളെയും പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ
അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ മറന്നുപോയാൽ അവന് നഷ്ടപ്പെട്ടു പോകും. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എന്നെ ഒന്ന് പിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ അതൊന്നും ചെയ്യൂല, നീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ആകാമായിരുന്നു എന്ന് അവൻ പറഞ്ഞ് വിലപിക്കുന്ന ഒരു രംഗം വരും. അന്നേരം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആരുടെയും അജലത്തി ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നു. അങ്ങനെ അവസാനം കേഴേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. മക്കളെയും സമ്പത്തിനെയും ഒക്കെ പോഷിപ്പിക്കാനുള്ള തത്രപ്പാടില് അത് ഈ ദുന്യാവിന്റെ ജീവിതത്തിന്റെ ഒരു പ്രകൃതമാണ്. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയാൽ ഇങ്ങനെ തെണ്ടേണ്ടി വരും. അതുകൊണ്ട് സാബിഖു, മത്സരിച്ച് മുന്നേറേണ്ടത് ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്കാണ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കാണ്, പാപമോചനത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. മറ്റൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. ദുന്യാവിനെ സംബന്ധിച്ചോളം അതിന്റെ വിലയെ നൽകാവുള്ളൂ. ഭൗതിക ജീവിതത്തെ ഭൗതിക മാനദണ്ഡങ്ങൾ കൊണ്ട് നമ്മളൊന്ന് അളന്നു നോക്കിയാൽ വലിയ ഗംഭീരമായി തോന്നും. പക്ഷേ സ്വർഗം കൊണ്ട് ഈ ഭൗതിക ജീവിതത്തെ ഒന്ന് അളന്നു നോക്കിയാൽ, സ്വർഗം മാനദണ്ഡമായി വെച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തെ അളന്നു നോക്കിയാൽ ഒരു മുടിയുടെ വില പോലും ഈ മൊത്തം ദുന്യാവിന് ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സ്വർഗത്തിലേക്കുള്ള പോകേണ്ട പ്രവർത്തനത്തിനാണ് യഥാർത്ഥത്തിൽ മുൻഗണന നൽകേണ്ടത് എന്നുള്ളതാണ്. അതൊരു ഈ ഭൗതിക ജീവിതത്തെ നല്ല മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത് ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞാണ്. ആകാശത്തുനിന്ന് വെള്ളം വീണു, ഭൂമിയിൽ സസ്യനില്ലാദികൾ മുളച്ചുണ്ടായി, എന്നിട്ടെല്ലാം പൂത്ത് കാച്ച് ഉലഞ്ഞ് അതിങ്ങനെ കൊലയോടെ ചൊരിഞ്ഞടക്കുമ്പോ കർഷകൻ ആശ്ചര്യം തോന്നി. ഇതെല്ലാം പറിച്ചെടുക്കാമെന്ന് അവൻ വിചാരിച്ചു. അപ്പോഴിതാ മഞ്ഞ പിടിച്ചു, മുഞ്ഞ പിടിച്ചു, മഞ്ഞളിച്ചു, അത് വൈക്കോലായി കരിഞ്ഞുപോയി, ഒന്നും പ്രയോജനപ്പെട്ടില്ല. എങ്ങനെ ഉണ്ടാവും അത്? അതുപോലെ തന്നെയാണ് ഭൗതിക ജീവിതത്തിലെ ഓരോ സംഗതികളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പൊ ആ ഭൗതിക ജീവിതത്തിന്റെ ആർഭാടാലങ്കാരങ്ങൾ, ഭൗതിക ജീവിതത്തിന്റെ ഉന്നതി, അതിനു വേണ്ടിയല്ല മത്സരിച്ച് മുന്നേറേണ്ടത്. വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ, അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗമാണ് ചോദിക്കുന്നത്, നരകത്തിൽ നിന്ന് മോചനമാണ് ചോദിക്കുന്നത്. നരകം ഭീകരമാണ്, അതിലെങ്ങാനും പെട്ടുപോയാൽ പിന്നെ രക്ഷ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സ്വർഗത്തിലൊക്കെ പോണം. ശാന്തം, സമാധാനം, സുന്ദരം, സംതൃപ്തം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ശാന്തിയുടെ, സമാധാനത്തിന്റെ, നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്നെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എന്നെ തൃപ്തിപ്പെടുക എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൃഷ്ടാവും സൃഷ്ടിയും പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന മഹോന്നതമായ ഒരു യാത്ര. ആ യാത്രാന്ത്യം ഭംഗിയാക്കാൻ ഏറ്റവും നല്ല കോപ്പ് കൂട്ടാൻ പറ്റിയ ദിനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. വിശ്വസിക്കുന്നവന്, വേണ്ടുന്നവന്, താല്പര്യമുള്ളവന്, സ്വർഗം ആഗ്രഹിക്കുന്നവന് ഇഷ്ടം പോലെ അധ്വാനിക്കാനുള്ള ദിനങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അത് അധ്വാനിച്ച് പൂർണ്ണമായും അത് കരഗതമാക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം, അതാണ് മൊത്തം സത്യവിശ്വാസികളുടെ ഇഷ്ടം. അതാണ് ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്കും പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള ഈ ദിനങ്ങള് വെറുതെ കളഞ്ഞു കുളിക്കാതെ, ബന്ധങ്ങൾ വഷളാക്കാതെ, ബന്ധങ്ങളെല്ലാം നന്നാക്കി ജീവിതം ചിട്ടപ്പെടുത്തി അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനി സുബ്ഹാനക ലാ നഹ്സി തനാക മാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാ ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വ കൊണ്ടുള്ള വസിയത്താണ്. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത സ്വർഗത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. നമ്മളെ പട്ടിണിക്കിരുത്തി നോമ്പ് വിളിപ്പിക്കുന്നതും, നമ്മളിവിടെ പള്ളിയിൽ വിളിച്ചിരുത്തി പ്രസംഗിപ്പിക്കുന്നതും കേൾപ്പിക്കുന്നതും നമ്മളെ നമസ്കരിപ്പിക്കുന്നതുമൊക്കെ നമുക്ക് സ്വർഗം തരാൻ വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, വിജയത്തിൻ്റെ പാത കാണിച്ചു തരാനാണ്, സ്വർഗം തരാനാണ്. അപ്പം അതുകൊണ്ട് അതിൽ വരുന്ന വിഷമങ്ങളൊക്കെ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് കുറേ ജാഗ്രതയോടുകൂടി പെരുമാറണം ഓരോ സത്യവിശ്വാസിയും. പള്ളിയിലേക്കുള്ള വരവ് അതിൻ്റെ കൃത്യസമയത്ത് തന്നെ വരിക, വന്നെത്തിക്കഴിഞ്ഞാൽ പള്ളിയിൽ ജാഗ്രതയോടെ ഇരിക്കുക, ചാരിയിരുന്നൊക്കെ ഉറങ്ങിയിട്ട് ഇതിൻ്റെ സവാബ് കളയാതിരിക്കുക, മുട്ട് കെട്ടിപ്പിടിച്ചിരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട്. താടിക്ക് കൈ കൊടുത്തിരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിച്ചു. ശ്രദ്ധയോടെ കേൾക്കുക, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങയുടെ ഉള്ളിലേക്ക് കടത്തുന്ന സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ അടുപ്പം, സാമീപ്യം, മഹാപരിശുദ്ധനായ രക്ഷിതാവിലേക്ക് ചെന്നെത്താനുള്ള നമ്മുടെ അധ്വാനം, അതാണ് ദിക്ർ. ഈ ദിക്ർ എന്ന് പറയുന്ന നാവുകൊണ്ട് പറയുന്ന മാത്രമല്ല, ഹൃദയം കൊണ്ടുള്ള സ്മരണ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക. സകാത്തായാലും സദഖയായാലും അത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. സകാത്തിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഇവിടെ പഠിപ്പിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാം. അത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഈ നോമ്പിൻ്റെ അവസാനത്തിൽ ഈദുൽ ഫിത്ർ എത്തുമ്പോൾ ഫിത്ർ സക്കാത്ത്, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ജനിച്ചു വീണ ഓരോ കുട്ടി ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കും. അതിൻ്റെ കണക്കുകളൊക്കെ പള്ളികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര കൊടുക്കണം. സംഘടിതമായി കൊടുക്കുന്നവരുണ്ട്. ചിലർക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് നോമ്പിൻ്റെ പൂർത്തീകരണത്തിനൊരാവശ്യമാണ്. സാമൂഹ്യമായ ചില സംഗതികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അത് പള്ളി വിരിയുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കാനുള്ള ഏർപ്പാടുകളുണ്ടാകും. ഫിത്ർ സക്കാത്ത് നിങ്ങൾ നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ സദഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി സദഖയാണ് റസൂലിൻ്റെ നയം. പരമാവധി സദഖ. നാളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നൊന്നും ചിന്തിക്കാതെ പരമാവധി സദഖ എന്നൊരു സ്വഭാവം ഈ റമളാൻ്റെ ഒടുവിലത്തെ ആഴ്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് സൽക്കാര്യത്തിന്, പാവങ്ങളെ രക്ഷിക്കാൻ, രോഗികളെ രക്ഷിക്കാനൊക്കെ പരമാവധി സക്കാത്തും സക്കയും ഒക്കെ നമ്മൾ കൊടുക്കണം. ഇൻഫാഖ്, അതായത് ചെലവഴിക്കൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പുറത്തു പോകാൻ പ്രയോജനപരമാവണം. അറിഞ്ഞും അറിയാതെയും നമ്മൾ രായിലും പകലിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തെറ്റ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇസ്തിഗ്ഫാറിൽ പോകും, കുറച്ച് തൗബയിൽ പോകും, കുറച്ച് ഖുർആനോദലിൽ പോകും, കുറച്ച് നിസ്കാരത്തിൽ പോകും, കുറച്ച് നോമ്പിൽ പോകും. അതല്ലാത്ത വേറെ ചിലതൊക്കെ യഥാർത്ഥത്തിൽ അത് പോകുന്നത് നമ്മളെ ഈ സദഖയിലൂടെയാണ്. ആ സദഖയിലൂടെ, സക്കാത്തിലൂടെ പോകും. അതുപോലെ മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുന്ന കാര്യത്തിൽ അതിനും പ്രത്യേകമായ താല്പര്യം കാണിക്കണം. സ്വന്തത്തെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക. അള്ളാഹുവിൻ്റെ സ്വഭാവം, കാരുണ്യം നമ്മളിൽ നിന്ന് വരിക എന്നൊക്കെയാണ് യഥാർത്ഥ ഈ റമളാൻ്റെ ഒടുവിലത്തെ ഈ ദിനങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് എന്നുള്ളത്. ഈ റമളാൻ കഴിഞ്ഞാൽ പെരുന്നാളുണ്ടാവും. നമുക്കറിയാം, പെരുന്നാൾ ആഘോഷമാണ് എന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സംഗതിയാണ്. തെറ്റില്ല, റസൂലും പറഞ്ഞിട്ടുണ്ട് ആഘോഷം. പക്ഷേ ആഘോഷം ആരാധനയുള്ള ആഘോഷമാണ് എന്ന് നിങ്ങൾ പറക്കരുത്. ആരാധനയിലൂടെയുള്ള ആഘോഷമാണ്, വെറും അടിച്ചുപൊളി ആഘോഷമല്ല. അത് ആഘോഷമാണ്, അതോടൊപ്പം ഒരു ആരാധനയുമാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ ആരാധനയുടെ കാര്യം പലപ്പോഴും മറന്നുപോകും. ഒരുപാട് ദിവസങ്ങളിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ശുദ്ധി, പവിത്രത, അല്ലെങ്കിൽ അതിൻ്റെ സാങ്ക്ടിറ്റി, അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ പ്രവർത്തനം പെരുന്നാളിന് തന്നെ ഉണ്ടാവുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഉണ്ടാവരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പുണ്യം കളഞ്ഞു കുളിക്കരുത് എന്നുള്ളതാണ്. നോമ്പ് 29 30 ദിവസവും നോമ്പ് പിടിച്ച് തറാവീഹ് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് പലതുമൊക്കെ ചെയ്തിട്ട് പെരുന്നാളിനെ എല്ലാം കൊണ്ട് കൊളാക്കണ ഒരു പരിപാടി, സകലതും നശിപ്പിക്കുന്ന ഒരു പരിപാടി. അങ്ങനെ സത്യവിശ്വാസികളൊന്നും ഉണ്ടാവരുത്. നോമ്പിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം ഉണ്ടല്ലോ, ആ വീര്യം, ആ ശക്തി,
അതായത് പരിശുദ്ധി നേടിയെടുക്കുകയാണ്. അന്ന് ഹിറാ ഗുഹയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എത്തിയ ആ സന്ദേശം ഉണ്ടല്ലോ, മഹാപരിശുദ്ധനായ പ്രവാചകന്റെ ഹൃദയത്തിൽ ഖുർആൻ ഇറങ്ങിയതുപോലെ നമ്മൾ നോമ്പ് പിടിച്ച് റെഡിയായി ലൈലത്തുൽ ഖദ്റിനെ കാത്തിരിക്കുകയാണ്. അതേ പരിശുദ്ധിയുള്ള ഖുർആൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയിൽ നിന്ന് പരിശുദ്ധമായ മാലാഖ ജിബ്രീൽ നമ്മളിലേക്കും ചൈതന്യത്തോടെ ഇങ്ങനെ ആവാഹിച്ചു വിടുന്നത് സ്വീകരിക്കാനിരിക്കുന്ന ആളുകളാണ്. അതെല്ലാം സ്വീകരിച്ചു വെച്ചിട്ട് വീണ്ടും ചെളിക്കുണ്ടിലേക്ക് ഉടൻ തന്നെ ചെന്ന് ചാടിക്കളയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം ഉണർത്തിയാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിനത്തിലെ ഇസ്തിഗ്ഫാറിനും തൗബയ്ക്കും പ്രത്യേകം പ്രാധാന്യമുള്ള അതായിട്ട് റസൂലിൻ്റെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെരുന്നാളിൻ്റെ ദിനത്തിലെ തൗബ, ഇസ്തിഗ്ഫാർ പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. പെരുന്നാൾ ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്, സംശയമില്ല. പക്ഷേ ആ പെരുന്നാൾ ദിനം അത് വളരെ വളരെ കരുതലോടുകൂടി പ്രയോജനപ്പെടുത്തണം. ഈ നോമ്പിൻ്റെ ചൈതന്യം പെട്ടെന്ന് മനുഷ്യ മനസ്സിൽ നിന്ന് ചാടിപ്പോകാതിരിക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നു, ഞാനിത് പറയുന്നു, നമ്മളെല്ലാം ഒരു ആത്മീയമായ ഒരു അനുഭൂതിയിലാണ്. ആകാശത്തുനിന്ന് മാലാഖമാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ മാലാഖമാരെ സംബന്ധിച്ചിടത്തോളം അർശൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യുന്നത സിംഹാസനങ്ങൾ ചുമക്കുന്ന മാലാഖമാരാണ്. ഭൂമിയിലെ സത്യവിശ്വാസിക്ക് ആ അത്യുന്നത സിംഹാസനത്തിൽ സ്മരണയുണ്ട് എന്നുള്ള, അവിടെ നമ്മളെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മളെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആത്മീയമായ ഒരു ചുറ്റുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈതന്യം ഒരു പ്രത്യേകം മറ്റു പലതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകുമ്പോൾ, ജീവിത വ്യാപാരങ്ങളിൽ ഇടപെടുമ്പോൾ, മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നുള്ള ആ ശക്തിയും ചൈതന്യവും ഒക്കെ പലപ്പോഴും ചോർന്നു പോയേക്കാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെ ചോർന്നു പോയേക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്, അതായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വ്യാപരിച്ച് ജീവിത വ്യാപാരങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നല്ലോണം ശ്രദ്ധിച്ചോളണമെന്ന്, നല്ലോണം സൂക്ഷിച്ചോളണം, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചോളണം. അപ്പോൾ ചിന്തയിലും വിചാരങ്ങളിൽ, ചിന്തയിൽ, ആശയത്തിൽ, ഭാഷയിൽ, പ്രാർത്ഥനയിൽ, പ്രവൃത്തിയിൽ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, ആഗ്രഹത്തിൽ, അഭിലാഷത്തിൽ എല്ലാം അല്ലാഹുമ്പോൾ നമ്മുടെ കണ്ണുകൾ അള്ള നിശ്ചയിച്ചതേ കാണൂ, അള്ള നിശ്ചയിച്ചതേ കേൾക്കൂ, അള്ള നിശ്ചയിച്ചതേ എടുക്കൂ, അള്ള നിശ്ചയിച്ചതിന് വേണ്ടി നടക്കൂ. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അള്ളാഹുവിൻ്റെ താല്പര്യത്തിലേക്ക് ഇങ്ങനെ മാറി വരുന്ന ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർന്നു പോകും. അതാണ് യഥാർത്ഥത്തിൽ ഈ പള്ള കാലിയാക്കിക്കൊണ്ട് അധ്വാനിക്കുന്നതിൻ്റെ അനന്തരഫലം ഉണ്ടാകുന്നത്. നോമ്പിനിങ്ങനെയൊക്കെ ഫലം ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ അത് നശിപ്പിച്ച് കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സത്യവിശ്വാസികളോട് ഉണർത്തുകയാണ്. അത് കഴിഞ്ഞ് ശവ്വാലിൽ 6 ദിനങ്ങളിലെ നോമ്പുണ്ട്. പെരുന്നാൾ ദിവസം കഴിഞ്ഞാൽ 6 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കും. കാരണം ഈ നോമ്പിൻ്റെ ദിവ്യ ചൈതന്യം പെട്ടെന്ന് തന്നെ മനുഷ്യ മനസ്സിൽ നിന്ന് ചാടിപ്പോകാതിരിക്കാൻ, അതായത് അത് നിലനിർത്താൻ വേണ്ടിയുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റുള്ള നാട്ടുകാർ മുഴുവൻ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാവും. പക്ഷേ ഈ ശവ്വാലിൽ എല്ലാവരും ഒന്നിച്ച് പിടിക്കില്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ശവ്വാലിലെ 6 ദിനങ്ങളിലെ നോമ്പ് ആരെങ്കിലും അനുഷ്ഠിച്ചാൽ, റമളാനിൻ്റെ 30ഉം ശവ്വാലിലെ 6 ദിനത്തിലെ നോമ്പും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മാസം മുഴുവൻ, വർഷം മുഴുവനും നോമ്പെടുത്തതിൻ്റെ പുണ്യം അവന് ലഭിക്കും. അതിൻ്റെ ഫലത്തിലതും വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹിയായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കഴിയുന്ന ആളുകൾ ആ ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പുകളെടുക്കുമ്പോൾ ഈ ദിവ്യ ചൈതന്യത്തിൻ്റെ പൂർത്തീകരണം നമ്മളിൽ ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ പ്രഭ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേ നിൽക്കും. അത് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാവും. പടച്ചതമ്പുരാനോട് കൂടുതൽ അടുക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി നിർത്തിത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. സ്വർഗത്തിലല്ലെങ്കിൽ നരകത്തിൽ, രണ്ടിലേതെങ്കിലും ഒരു വഴിയിലേ നമ്മൾ എത്തിച്ചേരുള്ളൂ. സ്വർഗത്തിലേക്ക് പോയേ പറ്റൂ, യാതൊരു കാരണവശാലും നരകത്തിലേക്ക് പോകാൻ പറ്റില്ല. അത് നഷ്ടമാണ്, അത് കഷ്ടമാണ്, വേദനാജനകമാണ്. നമുക്ക് ചിന്തിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്ര ഭീകരമാണ്. എല്ലാ കാലത്തും നാശത്തിൻ്റെ അഗാധഗർത്തമാണ്. പാതാളം എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റവും നാശം പിടിച്ച ഒരു സ്ഥലമാണ്. സാഅത്ത് മുസ്തഖറ എന്നാണ്, വളരെ ചീത്തയായ സങ്കേതമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് വാൺ ചെയ്യാനാണ് എല്ലാ പ്രവാചകന്മാരും ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരവസ്ഥയിലാണ് റമളാനിൽ സത്യവിശ്വാസികളുള്ളത്. അത് ശരിക്കും തന്നെ ഉൾക്കൊള്ളണം. നമ്മൾ സത്യവിശ്വാസിയാണ്, സ്വർഗത്തിലേക്ക് നീങ്ങുകയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിം
മുസ്ലിമായി ജീവിക്കും, ഞാൻ മുസ്ലിമായി കൊണ്ടേ മരിക്കൂ, ഇങ്ങനെ മരിക്കാനേ പാടുള്ളൂ എന്ന് എൻ്റെ അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രവാചകൻ എന്നോട് അത് ഉപദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ മരിക്കൂ എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാവുന്നത് വരെ നമ്മുടെ ഇബാദത്ത് യഖീൻ ഉണ്ടാകുന്നത് വരെ, യഖീൻ എന്ന് പറഞ്ഞാൽ അവിടെ മരണമാണ്, മരണാസന്നമാകുന്നത് വരെ നമ്മുടെ ഇബാദത്ത് ഇങ്ങനെ തുടർത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ സ്മരണ അത് വളരെ വളരെ തളീമായി, അതായത് വിനയാന്വിതനായി എല്ലാത്തരം അഹങ്കാരങ്ങളും ഒഴിവാക്കി, എല്ലാത്തരം പൊങ്ങച്ചങ്ങളും ഒഴിവാക്കി, എല്ലാ തരത്തിലുള്ള മറ്റ് സംഗതികളെല്ലാം ഒഴിവാക്കി, പടച്ച തമ്പുരാനെ ഞാൻ നിന്റെ അടിമയാണ്, നീ അറിയിക്കുന്നതല്ലാതെ എനിക്കറിവില്ല, നീ പഠിപ്പിച്ചതല്ലാതെ എനിക്കറിയില്ല, നീ തന്നതല്ലാതെ എനിക്ക് ലഭിക്കില്ല, നീ കാണിച്ചതല്ലാതെ ഞാൻ കാണില്ല, നീ കേൾപ്പിച്ചതല്ലാതെ ഞാൻ കേൾക്കില്ല, നീ ആസ്വദിപ്പിച്ചതല്ലാതെ ഞാൻ ആസ്വദിക്കില്ല, നീ വേദനിപ്പിച്ചാലേ ഞാൻ വേദനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്റെ മുന്നിലാണ്, നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ നീ നരകത്തിലിടല്ല തമ്പുരാനെ, എന്നെ നീ സ്വർഗത്തിൽ കടത്തണേ തമ്പുരാനെ. നരകത്തിന്റെ വിമോചനത്തിന്റെ നാളുകൾ, സ്വർഗത്തിന്റെ പ്രവേശനത്തിന്റെ നാളുകൾ. റമദാനിന്റെ ഒടുവിലത്തെ 10 കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത് പടച്ച തമ്പുരാനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, സ്വർഗം നൽകി അനുഗ്രഹിക്കണേ, അതല്ലാത്ത മറ്റൊന്നുമില്ല. അല്ല നമ്മളെ വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, അല്ല നമ്മളെ വിളിക്കുന്നത് ശാന്തിയുടെ ഗേഹത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് പോയ പ്രവാചകന്മാരുടെ പിന്നാലെ, ആ സ്വർഗത്തിലേക്ക് പോയ സത്യവിശ്വാസികളുടെ പിന്നാലെ പോവേണ്ടവരാണ്. അടുത്ത നിമിഷം ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാനും പോകും, പോയേ പറ്റൂ. അതുകൊണ്ട് തമ്പുരാനെ അവിടെ പോകുമ്പോൾ എത്തുമ്പോൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ലൈലത്തുൽ ഖദ്റാണ് എന്ന് ഉറപ്പ് വന്നാൽ ഞാൻ എന്താ പറയുക റസൂലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഒടുവിലത്തെ 10 അങ്ങനെ കൂടി ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, നീ പുറത്തു കൊടുക്കുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, പൊറുക്കൽ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്കത് പുറത്തു തരണേ. എന്തിനാണ്? എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ പൊറുക്കലിനെ ചോദിച്ച് രാത്രിയുടെ യാമങ്ങളിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുമായിട്ട് അടുത്ത് കണ്ണുനീരോടുകൂടി രക്ഷിതാവിനോട് അടുത്ത് നല്ല മനസ്സ് പരിശുദ്ധമാക്കി സ്വർഗത്തിലേക്കുള്ള വഴി ക്ലിയറാക്കി വെക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയതി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തും അപാകി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ഭാര്യസന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികളും നീ പുറത്തും അപാകി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ കടന്നു വന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ ഖബറിടങ്ങളെ നീ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നാഥാ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ ഒരുപാട് രോഗികൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ശാശ്വതവും ആശ്വാസകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്കുള്ള പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായ ഞങ്ങളുടെ ഞെരുക്കങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തരണേ തമ്പുരാനെ. ഭാര്യ സന്താനങ്ങളിലും അതുപോലെ ഭർത്താവിനും കുടുംബങ്ങളിലും എല്ലാം നന്മ
വളയിക്കണേ തമ്പുരാനെ, നന്മ വർദ്ധിപ്പിച്ചരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിലും നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അതാ ഞങ്ങളുടെ ഇബാദത്തിലുള്ള നീ ചൈതന്യവത്താക്കണേ തമ്പുരാനെ. റമദാനിന്റെ ഒടുവിലെ നാളുകൾ ഏറ്റവും ഉത്തമമായി ഇബാദത്തെടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മറ്റുള്ളവരെ ആശ്രയിപ്പിക്കാതെ നീ ജീവിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. നിർലോഭമായി നിന്റെ മാർഗത്തിൽ സതതം ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ ദുആകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സദഖകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നോമ്പെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നമസ്കാരങ്ങളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാത്തവർക്ക്, ഞങ്ങളിൽ ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്ക് നീ അനുഗ്രഹം ചെയ്യണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ദുആ നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. ഈ റമദാന്റെ ഈ ദിവസത്തെ വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. അത് സ്വീകരിച്ച് ഉത്തമമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا لنا يا رب العالمين. السلام عليك يا شهر رمضان، السلام عليك يا شهر الرحمة والبركة، السلام عليك يا شهر القرآن، السلام عليك يا شهر الصوم والإفطار، السلام عليك يا شهر السحور والتراويح، السلام عليك يا شهر يتق من النار وإدخال الجنة، السلام عليك يا شهر الكريم. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.